നിലമ്പൂർ നഗരസഭയിലെ 11ാം ഡിവിഷനായ മുമ്മുള്ളിയിൽ വോട്ടർമാർ ഇക്കുറി ആർക്ക് വോട്ട് ചെയ്യുമെന്ന ആശയക്കുഴപ്പത്തിലാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല. വോട്ട് ചോദിച്ചെത്തുന്നത് 8 സ്ഥാനാർത്ഥികളാണ്. LDF-നും UDF-നും ഡിവിഷനിൽ വിവിധ സ്ഥാനാർത്ഥികളുണ്ട്. BJP സ്ഥാനാർത്ഥിയുടെ സഹോദരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. SDPIക്കും തൃണമൂൽ കോൺഗ്രസിനും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. വാർഡിൽ ആകെയുള്ളത് 999 വോട്ടുകളാണ്. ഇത് 8 പേർക്കായി വീതം വയ്ക്കുമ്പോൾ ആര് ജയിക്കുമെന്നത് ഏറെ നിർണായകമാകും. LDF-ലെ രജനിയാണ് നിലവിലെ ഡിവിഷൻ കൗൺസിലർ. അതിനു മുൻപ് മുസ്ലിം ലീഗിന് വേണ്ടി PV ഹംസയാണ് വിജയിച്ചത്. വിമത സ്ഥാനാർത്ഥികൾ വിജയസാധ്യതയെ ബാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി റിഷാദ് കാഞ്ഞിര പറയും. UDF സ്ഥാനാർത്ഥി ഷൗക്കത്തലി കൂമഞ്ചേരിയും പറയുന്നു. വിമതശല്യം എന്ന് പറഞ്ഞാൽ അത്തരം ശല്യങ്ങളല്ല. അത് മത്സരിക്കാൻ ആഗ്രഹമുള്ളവർ അവരെ ആഗ്രഹം തീർക്കുക എന്നുള്ളത് കവിഞ്ഞ് അതിൻ്റെ അകത്ത് യാതൊരു ഒരു അപകടവും ഞങ്ങൾ കാണുന്നില്ല. ഇവിടുത്തെ നിലവിലുള്ള കൗൺസിലർ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ആളുകളിൽ ചൂണ്ടിക്കാണിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കിവിടെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഒരു കൂട്ടായ്മയുടെ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അല്ല, അങ്ങനെ നമുക്ക് വിമത ശല്യം UDF-നില്ല. കാരണം ഞങ്ങളതൊന്നും നോക്കുന്നില്ല. കാരണം ഞങ്ങൾക്കിതിൽ വിജയിക്കുന്നില്ല. നിലമ്പൂർ മുനിസിപ്പാലിറ്റി UDF പിടിക്കുന്നില്ലത് ഉറപ്പാണ്. അതിൽ മുമ്മുള്ളിക്കാർ ഇവിടെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്നാൽ വിജയമുറപ്പെന്നാണ് ലീഗ് വിമത സ്ഥാനാർത്ഥി കബീർ മഠത്തിലും CPI വിമതൻ ഫൈസൽ ചിറക്കലും പറയുന്നത്. 5 വർഷം LDF-നെയും 5 വർഷം UDF-നെയും പരീക്ഷിച്ചു. ഇനി ഞങ്ങൾക്കൊരു മുന്നണി വേണ്ട, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള ചിന്തിക്കുന്ന ആൾക്കാർ വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ കുറേ കാലമായി പ്രവർത്തിച്ചു എന്നുള്ള നിലക്ക് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് ഇവിടുത്തെ വോട്ടർമാരാണ്. അത് തന്നെ എൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഈ പ്രദേശവാസികൾക്ക് ഈ 5 കൊല്ലം കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വസ്തയോടെ എന്നും നിങ്ങളോട് കൂടെ പ്രവർത്തിക്കും, നിങ്ങളിൽ ഒരുവനായി പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ് നൽകി. ഇക്കുറി മുമ്മൂളി NDAക്ക് അനുകൂലമായി വോട്ടർമാർ വിധിയെഴുതുമെന്ന് BJP സ്ഥാനാർത്ഥി അനൂപ് കൈപ്പഞ്ചേരിയും പറയുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ഉത്തമ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത്. മുമ്മുള്ളിയിലെ വോട്ടർമാർ എൻ്റെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നിലമ്പൂർ നഗരസഭയിലെ ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ്. താങ്ക് യു. തൃണമൂൽ കോൺഗ്രസ് ഇക്കുറി മുമ്മൂളിൽ വിജയിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജഹാൻ പാത്തിപ്പാറയും പറയുന്നു. ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ വികസന മുരടിപ്പ്, അവർ നിർത്തിയ കാൻഡിഡേറ്റുകളുടെ വികസന മുരടിപ്പ് അവിടെ ജനം തുറന്ന് പ്രതികരിക്കുന്നുണ്ട്. അത് TMCയിലൂടെ അവിടെ ഒരു വിജയസാധ്യത ഉറപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. SDPI പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷബീറും സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണനും വോട്ട് തേടുന്ന തിരക്കിലാണ്. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലെ വർധനവും മുന്നണികൾക്ക് ഭീഷണി ഉയർത്തുന്ന വിബന്ധനമെല്ലാം മുമ്മൂളിയിലെ വോട്ടർമാർക്ക് ആശയക്കുഴപ്പം കൂട്ടുകയാണ്. ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇതിനോടകം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.